ഡാ ഓ എടാ ഡാൾ നല്ലൊരു പ്രോട്ടീനാണ്. അല്ലടാ, ഒരിക്കലും അല്ല. സി, ഈ ബോൾ ഓഫ് ഡാളിൽ മാക്സിമം പോയ 5 തൊട്ട് 7 ഗ്രാം പ്രോട്ടീൻ കാണും. അപ്പം നിങ്ങളുടെ ഡെയിലി പ്രോട്ടീൻ ഇൻടേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു 20 ബൗളെങ്കിലും കഴിക്കേണ്ടി വരും. അതൊരു ദിവസം കഴിക്കാമെന്നല്ലേ ഉള്ളൂ. അതിലൊരു പ്രശ്നമുണ്ട്. ശരിയാണ്, ഇതിലൊരു 5 തൊട്ട് 7 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ 20 മുതൽ 25 ഗ്രാം കാർബോഹൈഡ്രേറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡെയിലി കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കൂടത്തില്ലേ? ആൻഡ് അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഡാൾ ഒരു ഇൻകംപ്ലീറ്റ് പ്രോട്ടീനാണ്. അതിനൊരു പ്രൈമറി സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആയിട്ട് നമുക്ക് ഒരിക്കലും കണക്കൂട്ടാൻ പറ്റത്തില്ല. അതെന്താണ് ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ? അതെ, ഒരു ഫുഡിന് ഒരു പ്രൈമറി സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ആ ഫുഡിൽ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വേണം കറക്റ്റായിട്ടുള്ള അളവിൽ. മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിൽ 20 അമിനോ ആസിഡ്സ് വേണം ഒരു എസെൻഷ്യൽ ഫംഗ്ഷനിങ് നടക്കാൻ. അതിൽ ഈ 11 എണ്ണം തന്നെ നമ്മളെ ബോഡി തന്നെ ഉണ്ട്. ബാക്കി 9 എണ്ണമാണ് നമ്മൾ ഈ ഫുഡിൽ നിന്ന് കിട്ടേണ്ടത്. പക്ഷേ ഈ ഡാളിലാണെങ്കിൽ 2 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഇല്ല. അത് കാരണം ഈ ഡാളിലുള്ള പ്രോട്ടീൻ നമ്മളെ ബോഡി ഫുള്ളി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യത്തില്ല. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോൾ ഡാൾ എടുത്തിട്ട് അതിനൊരു ഹൈ പ്രോട്ടീൻ ഫുഡായിട്ട് ലൈക്ക് പനീർ അല്ലെങ്കിൽ ചിക്കൻ ആയിട്ട് നിങ്ങൾ പെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് മീലാണ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ മീലാണ്.